ഒക്ടോബർ മാസത്തിൽ 15-ാം തീയതി 16-ാം തീയതി 15-ാം തീയതി ഉച്ചയ്ക്ക് എനിക്കൊരു കോള് വന്നു. അത് 82 എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്നാണ്. ആ സമയത്ത് ഞാനത് എടുക്കാൻ പറ്റിയില്ല. തിരിച്ചു വിളിച്ചപ്പോൾ അവരും എടുക്കുന്നില്ല. പിറ്റേന്ന് 16-ാം തീയതി മറ്റോ ഒരു ദിവസം ഉച്ചയ്ക്ക് തന്നെ എനിക്ക് വൈകിട്ട് കൺവെൻഷൻ ഉണ്ട്, ഞാൻ ഡ്രസ്സെല്ലാം എടുക്കുന്ന സമയത്ത് ഇതേ കോള് വന്നു. സമയം എൻ്റെ മുമ്പിലില്ല. എടുത്തുടനെ പറഞ്ഞു, എൻ്റെ ഒഫീഷ്യൽ നെയിം ചോദിച്ചു. സജു ചാത്തന്നൂരിൽ എൻ്റെ ഒഫീഷ്യൽ നെയിം മറ്റൊരു പേരാ. ഒഫീഷ്യൽ നെയിം ചോദിച്ചു ഇംഗ്ലീഷിൽ. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അക്കൗണ്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ വഴി ഒരുപാട് പണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അക്കൗണ്ടല്ല, അത് മറ്റൊരു വ്യക്തിയുടെ കാര്യത്തിൽ എൻ്റെ നമ്പറാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അത് വെച്ച് ഇവർ വിളിച്ചിരിക്കുന്നത്. 2015 മുതൽ 20 വരെ ഒരു വിദേശത്ത് നല്ല ബിസിനസ് ചെയ്യുന്നൊരു പ്രവാസിയുടെ ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും മുഴുവൻ ഞാനായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ട്രാൻസാക്ഷൻ ഉണ്ട്. വിദേശ രാജ്യത്ത് നിന്ന് പൈസ അയക്കും, GST വകുപ്പ്, പുരയിടം, കെട്ടിടം, പണി ഇതെല്ലാം ചെയ്യുന്നു. ഇതിൻ്റെ ഫണ്ടെല്ലാം അദ്ദേഹം അയക്കുമ്പോൾ ഇതിൻ്റെ കണക്കുകൾ മുഴുവൻ സൂക്ഷിക്കുന്നത് ഞാനാണ്. 4 ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അവിടെ എല്ലാം അദ്ദേഹം വിദേശത്തായതുകൊണ്ട് എൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഈ ബാങ്കുകളിലെല്ലാം അക്കൗണ്ട് കൊടുത്തിരിക്കുന്നത് നമ്പർ താങ്കളുടെ ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ നമ്പർ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനപ്പോൾ അവരോട് ചോദിച്ചു, ആർ യു കാളിംഗ് ഫ്രം വെയർ? അപ്പോൾ അവരിങ്ങനൊരു മറുപടി പറഞ്ഞു, വി ആർ കാളിംഗ് മുംബൈ ക്രൈം ഡിറ്റക്റ്റീവ് മണി ലാൻഡറിങ്. CBI ആയിട്ട് ബന്ധപ്പെട്ട് പൈസ തട്ടിപ്പിൻ്റെ ഒരു ലാൻഡറിങ് യൂണിറ്റ്, മണി തട്ടിപ്പിൻ്റെ യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ കൈൻഡ്ലി ഗീവ് യുവർ നെയിം. അപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞു, മൈ നെയിം ഈസ് വിജയ് ശങ്കർ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈ മൊബൈലിൽ യുവർ കോളിംഗ് നൗ മൊബൈൽ അവൈലബിൾ നോട്ട് വാട്സപ്പ്. എൻ്റെ മൊബൈലിൽ അതിൽ വാട്സപ്പ് ഇല്ല. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരു 2 BSNL നമ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നു, ഒന്നിൽ വാട്സപ്പ് ഇല്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ പുറകെ നിന്നൊരു ഹിന്ദിക്കാരൻ പറയുന്നുണ്ട്, ഉൻകാ വാട്സപ്പ് നമ്പർ ദേതോ, ഉൻകാ വാട്സപ്പ് നമ്പർ ദേതോ, വീഡിയോ കോൾ. അപ്പം എനിക്ക് പിടികിട്ടിയവൻ ഹിന്ദിക്കാരനാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ആപ്കോ ഹിന്ദി ബാത് കർണേക്കോ ആത്താകെ? അപ്പോൾ അവനും പറഞ്ഞു ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ഹിന്ദി ബാത് കർണേക്കോ ആത്താകെ? അന്നേരം പറഞ്ഞു. ഉടനെ അവൻ പറയുക, ഒരു 30 ലക്ഷം രൂപ 30 लाख आप 30 लाख रुपया देगा, इसी केस से आपको छोड़ेगा. 30 ലക്ഷം രൂപ എനിക്ക് തരാമെങ്കിൽ ഞങ്ങൾ ഈ കേസിൽ നിന്ന് മാറ്റാം. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ആരാ കേസ്, എന്തുവാ കേസ്? അന്നേരം പറഞ്ഞു, ജഡ്ജി പുറമേ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ജഡ്ജി. അപ്പം ജഡ്ജിക്ക് വാട്സപ്പ് വഴി വീഡിയോ കോളിൽ എന്നോട് സംസാരിക്കണമെന്ന്. എനിക്ക് അന്നേ 5:30 മണിക്ക് 6 മണിക്ക് സ്റ്റേജിലെത്താനുണ്ട്. ഇത് 1:30 മണിക്ക് ശേഷമാണ്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ജഡ്ജി എന്നോട് സംസാരിക്കാൻ യാതൊരു മാർഗവുമില്ല. ഒന്ന്, നിങ്ങൾ എനിക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖ എനിക്ക് ഇമെയിലായിട്ട് അയക്കണം, അല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സിൽ വരണം. അപ്പോൾ അവർ പറഞ്ഞു, അതല്ല, ഇത് ഇമ്മീഡിയറ്റായിട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ്, പണം തട്ടിക്കുന്നവരെ വിചാരണ ചെയ്യുന്ന കോടതിയാണ്. ഞാൻ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും പഠിക്കുക, ഇത്രയും വിദ്യാഭ്യാസമുള്ള അദ്ദേഹത്തിൻ്റെ വിജയ് ശങ്കറിനോട് ഞാൻ ഹിന്ദിയിൽ പറഞ്ഞു, സാർ आप एक केस में मेरे को पहुंचाएगा, आप मेरे लिए एक लेटर भेजना मांगता, इधर ED होएगा, क्राइम ब्रांच होएगा, पुलिस होएगा, कोई आदमी होएगा, हम लोग को पहले बुलाएगा, हम लोग का बात सुन के बाकी फाइनल करेगा, क्यों मैं पैसा देने का है. ആ സമയത്ത് ഇവനൊരു സംശയം. അദ്ദേഹം എന്നോട് ചോദിച്ചു, आप गवर्नमेंट में काम करता? ഞാൻ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവനാണെന്ന് ചോദിച്ചു. സ്വോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ ഗവൺമെൻറ് അല്ല, ബട്ട് വി ആർ സ്റ്റേയിങ് അറ്റ് കേരള, എനിക്ക് എല്ലാ നിയമങ്ങളും അറിയാം. ഞാൻ അവനോട് നല്ല പരുഷമായ ഭാഷയിൽ ചൂടായി. ഞാൻ പറഞ്ഞു, മേലാൽ ഇങ്ങനെയുള്ള കോള് വിളിച്ച് നിങ്ങൾ തട്ടിക്കരുത്. ഇങ്ങനെ തട്ടിച്ചാൽ നിങ്ങൾ ഫലം അനുഭവിക്കും. ഞാനൊരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്രൈം ചെയ്താൽ ക്രൈം ബ്രാഞ്ച്, ED, എൻഫോഴ്സ്മെൻറ്റ്, CBI ഇവരാരും വീട്ടിൽ നല്ല തൂക്കുന്നത്. ആദ്യം നമ്മൾക്ക് ലെറ്റർ തന്നിട്ടാണ്, നമ്മളെ വിളിപ്പിച്ച് കാര്യം ചോദിച്ചിട്ടാണ്, നമ്മുടെ അഭിപ്രായം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു അറസ്റ്റ് പോലും രേഖപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസമുള്ളവർ പഴയ CRPC IPC മാറി ഇപ്പോഴത്തെ നിയമം, കേന്ദ്രത്തിൻ്റെ നിയമ പോലീസ് നിയമം വന്ന BNS, ഭാരതീയ ന്യായ സംഹിത, അത് വെച്ചിട്ട് ഒരാളെ പെട്ടെന്നൊന്നും അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാര്യങ്ങൾ നോക്കി ചെയ്യാം. ഈ വ്യക്തിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇവർ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഈ നമ്പർ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ നല്ല കാര്യം ഇഞ്ഞ് തന്നേട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കൺവെൻഷന് യാത്രയായി 2:30 ആയപ്പോൾ ഇദ്ദേഹം വിളിച്ചു. കേരള പോലീസിൻ്റെ നമ്പർ കണ്ടു, കാര്യം ചോദിച്ചു. പിന്നെ അതിനുശേഷം ആ നമ്പർ ഇന്ന് വരെ ഓണായിട്ടില്ല. മനസ്സിലാകുന്നവർക്കായി ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരറിയിപ്പ് തരുന്നയാ അജി ബ്രദർ. അത് വ്യക്തമായിട്ട് ഇന്നലെ കേട്ടവർക്ക് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അറിയത്തില്ല. വീട്ടമ്മമാർ, ഗൾഫ് രാജ്യത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നവർ, അതുപോലെ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ, പെൻഷനേഴ്സ്, ഇവരെല്ലാം ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്.
ഇത് ബാങ്കുകാരിൽ ഇത് കൊടുക്കുന്നത് ബാങ്കിലെ സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിന് പലരും അയച്ചു കൊടുക്കും. ഇവരുടെ പേര് പണമുണ്ട്. അത് ഈ ബാങ്കിന്റെ ചില ഉദ്യോഗസ്ഥർ കാണും. ഞാൻ പല ബാങ്കുകാരോട് ചോദിച്ചു, ഞങ്ങളുടെ ആൾക്കാരും ചിലപ്പോൾ ഇതിൽ ഇൻവോൾവ് ആര്, അങ്ങനാണ് ഇവർക്ക് ഈ നമ്പർ കിട്ടിയിട്ട് നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കൺവെൻഷൻ പ്രസംഗമെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ കേടുന്നവരും നിങ്ങളെ CBI കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ പണം ലാണ്ടറിങ് കേസ് എന്നും പറഞ്ഞ് ഏതെങ്കിലും കോളുകൾ വന്നാലോ, നിങ്ങൾ വീഡിയോ കോളിൽ ഇരിക്കണമെന്ന് പറഞ്ഞാലോ, ജഡ്ജിയായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കോൾ കട്ട് ചെയ്തേക്കണം. അവർ ചോദിക്കുന്ന 1 രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഇൻകം ടാക്സ് ആണെങ്കിൽ പോലും നമുക്ക് നോട്ടീസ് തന്നതിന് ശേഷം മാത്രമാണ് നമ്മളെ കൊണ്ട് ഫൈൻ അടയ്ക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലോ വിദേശ രാജ്യത്തിലോ ഈ പ്രസംഗം കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ഇനിയും ഈ ടീം മുംബൈയിൽ നിന്നോ അതുപോലെ തന്നെ എവിടുന്നെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് നമ്മളെ തട്ടിക്കും. അത് ഏറ്റവും കൂടുതൽ നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. നിരണം ഭദ്രാസനാധിപൻ കൂർലോസ് തിരുമേനി എന്ന് പറയുന്ന വ്യക്തിയുടെ 17 ലക്ഷം രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇവർ ഓൺലൈൻ്റെ മുമ്പ് ഇരുന്ന് കേസ് പ്രതിയാക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ദപരിധിയിൽ 1,30,00,000 രൂപ ചോദിച്ചു, 70 കൊടുക്കാമെന്ന് പറഞ്ഞു. ബാങ്ക് മാനേജർക്ക് സംശയം ഉണ്ടായിട്ട് പൈസ ട്രാൻസ്ഫർ ആയില്ല. തൃശ്ശൂരിൽ കാനറ ബാങ്കിന്റെ, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു പെൺകുട്ടി ഒരപ്പനും അമ്മയും ഓടി വന്ന് ഇവർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രീസ് ചെയ്ത് പോലീസിനെ അറിയിച്ചു. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കും. അതുകൊണ്ട് ഇത് കൂടുതൽ ഇവിടെ തമിഴ്നാട്ടുകാരിപ്പുണ്ട്. ഞാൻ തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുന്നു, ഒറീസയിലും ഛത്തീസ്ഗഡ് റായ്പൂരൊക്കെ പോകുന്നു. അവിടെയൊന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞു പോലും കേട്ടിട്ടില്ല. നമ്മുടെ കേരളത്തിലെ ഇത്രയും വിദ്യാഭ്യാസമുള്ളിടത്ത് ഈ തട്ടിപ്പ് നടക്കുന്നത്. അതുകൊണ്ട് മലയാളി സഹോദരങ്ങൾ, വീട്ടമ്മമാർ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, റിട്ടയർഡ് പീപ്പിൾസ് എല്ലാം ജാഗ്രത. നിങ്ങൾക്ക് CBIയിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രൽ മണി ലാൻഡറിങ് ബ്യൂറോയിൽ നിന്നോ ഒരു കാരണവശാലും അവർ ഫോൺ വിളിക്കത്തില്ല. അവരെപ്പോഴും ലെറ്ററെ അയക്കത്തുള്ളൂ, നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി. അതുകൊണ്ട് ഈ കെണിയിൽ ഇനി ആരും വീഴരുത്. അങ്ങനെയുള്ളവർ ആരെങ്കിലും നിങ്ങളെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ എടുത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ക്രൈം സെല്ലിലോ കൊടുക്കുക. നമ്മുടെ പണം ഒരിക്കലും ദൈവഹിത പ്രകാരം നഷ്ടപ്പെടരുത്. നിങ്ങൾ അധ്വാനിച്ച കാശ് ബോംബെയിൽ ഇരിക്കുന്നവൻ തരുന്ന നമ്പർ തായ്ലൻഡിലോ ബാങ്കോക്കിലോ ഒക്കെ ട്രാൻസ്ഫർ ആയി പോകുന്ന പിന്നെ പോലീസ് വിചാരിച്ചാലും കിട്ടത്തില്ല. അങ്ങനെ ഒരു തട്ടിപ്പ് അന്ത്യകാലം വരും. അതുകൊണ്ട് നിങ്ങൾ അത് സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള കോളുകൾ അവോയ്ഡ് ചെയ്യുക. ഒരുത്തന്റെ കയ്യിൽ അധികാരം വരാൻ പോകുന്നു. ഇന്നലെ ഞാൻ അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞ് BSNലും എല്ലാ മൊബൈലുകളും പറയുന്നു, അറിയാത്ത കോളിൽ നിന്ന് ഫോൺ എടുക്കരുത്. 2, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കരുത്. നിങ്ങളുടെ KYC ആർക്കും കൊടുക്കരുത്. ലോട്ടറി അടിച്ചു, കുറച്ച് പൈസ ഇങ്ങോട്ട് താ, ബാക്കി പിന്നെ ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ വിളിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് വലിയ ഗിഫ്റ്റ് ഉണ്ടെന്ന്. ഇതൊന്നും വീഴരുത്. ഇതൊക്കെ അന്ത്യകാല തട്ടിപ്പുകൾ. അതുകൊണ്ട് ഒരുവൻ ഭരണത്തിന് വരുന്നതിന് മുമ്പ് സകലതും അവന്റെ കരങ്ങളിലാക്കുക. ഒരു രാത്രി കൂടി ദൈവമക്കളോട്, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാഗതമായി വിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ മഞ്ചങ്കോട് അവസാന രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറാ. ഇന്ന് രാത്രി മഞ്ചങ്കോട് വലിയ വഴിയെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നു എല്ലാവർക്കും ബൈബിൾ തുറക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 20 verse 4, 5, 6. വെളിപ്പാട് പുസ്തകം 24, 5, 6 വാക്യങ്ങൾ വായിച്ച് സഹായിക്കാം മക്കളെ. കണ്ടു. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അവർക്ക് ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി അത് പറയും. ആരുടെ തല ഛേദിക്കപ്പെട്ടവരുടെ മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ. ഇന്നലെ രാത്രി ഞാൻ രാത്രി ഇത് ചിന്തിച്ചു. മൃഗം, പ്രതിമ. അടുത്തത് നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. എതിർ ക്രിസ്തുവിന്റെ പ്രതിമ, എതിർ ക്രിസ്തുവിന്റെ സംഖ്യ, എതിർ ക്രിസ്തുവിന്റെ മുദ്ര, ഇതൊക്കെ ഏൽക്കാത്തവരുടെ ആത്മാക്കളെ യോഹന്നാൻ കണ്ടു. അടുത്തത് അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. 1000 ആണ്ട് വാഴ്ചയിൽ അവർ ക്രിസ്തുവിനോട് കൂടെ വാണു. അടുത്തത്
അടുത്തത് മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല, പാതാളത്തിൽ നരകയാതന അനുഭവിക്കും. അതാ ലാസറിനെ നോക്കിയിട്ട് ധനവാൻ പറഞ്ഞു, ഒരു തുള്ളി വെള്ളം കരങ്ങളിൽ കൊടുക്കുവാൻ. വീണ്ടും ഉണ്ട് രണ്ടാം മരണം. അടുത്തത് വായിക്കാം. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഇന്ന് രാത്രി രണ്ടാം മരണം പറയുമ്പോൾ അവസാനിക്കും. രണ്ടാം മരണത്തിന് അധികാരമില്ല. അടുത്തത് അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട് ഇവിടെ ഒരു വാഴ്ച ഉണ്ട്. അതിലേക്ക് നാം കടക്കാം. ന്യായാസനങ്ങളെ തുറന്ന് ഓരോർക്കും അവനവർക്ക് പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം ലഭിച്ചു. മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും അതിന്റെ മുദ്രയേൽക്കാത്തവർ വചനപ്രകാരം ജീവിച്ച് തലയിറക്കപ്പെട്ടവരുടെ ആത്മാക്കൾ അവർ എഴുന്നേറ്റ് 1000 ആണ്ട് വാണു. ബാക്കിയുള്ളവർ 1007 വർഷം കഴിഞ്ഞ് ന്യായവിധിയുടെ കരാളഹസ്തത്തിൽ. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവൻ ക്രിസ്തുവിനോട് മഹാപുരോഹിതന്മാരോട് ചേർന്ന് 1000 ആണ്ട് വാണു. കണ്ണുകൾ അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ കർത്താവിന് നമുക്കൊന്നുകൂടെ മഹത്വം കൊടുക്കാം. മഹത്വവാനായ ദൈവം ഇന്ന് രാത്രി ദൂതസഞ്ചയവുമായി നമ്മുടെ നടുവിലേക്ക് വന്നിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നടമാടുന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പോസ്തല പ്രവൃത്തി 1 യേശു പറഞ്ഞു, വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടുപോകുക. ദൈവ കുഞ്ഞുങ്ങളത് പ്രാപിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൽ സഗിയോൻ മാളിക മുറിയിൽ ഉയരത്തിൽ നിന്നുള്ള ദൈവശക്തി അവരുടെ മേൽ വരുന്നു. പരിശുദ്ധാത്മശക്തി 3 9-ാം മണിനേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദാസന്മാർ കടന്നു പോകുന്നു. അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവനെ അവിടെ ഇരുത്തിയിരിക്കുക. നാളുകളായി അവനെ ഇരുത്തും. പക്ഷെ യേശു ഉള്ള സമയത്ത് ഇരുത്തിയില്ല. അവർക്കറിയാം ഇത് യഹൂദന്റെ ദേവാലയത്തിന്റെ മറ്റൊരു പേരാ സുന്ദരം. യേശു വന്നാൽ അവനെ സൗഖ്യമാക്കും. യഹൂദ പരീക്ഷകൾ വിചാരിച്ചു യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് പോയി, ഇനി അത്ഭുതം നടക്കത്തില്ല. 9-ാം മണിനേരം ആലയത്തിന്റെ മുൻപിലിരുന്ന ചെറുപ്പക്കാർ വന്ന ദൈവദാസന്മാരോട് പറഞ്ഞു, പൊന്നും വെള്ളിയും ഉണ്ടോന്ന്. സ്വോത്രം. എനിക്ക് വല്ലതും തരണേ. ദൈവദാസന്മാർ മുട്ടുമടക്കി കുഞ്ഞിന്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയില്ല, ഒന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വലിയ നാമം. ആ കരം ആ ചെറുപ്പക്കാരന്റെ കരങ്ങളിലേക്ക് പിടിച്ചപ്പോ അവന്റെ ശരീരത്തിനകത്തുള്ള നരയാണികൾ ഉറയ്ക്കുവാൻ തുടങ്ങി. അവന്റെ ബ്ലഡിന്റെ പമ്പിങ് ഓടുവാൻ തുടങ്ങി. പടപട അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവൻ തുള്ളിച്ചാടി ആലയത്തിലേക്ക് കടന്നു. നാളെ ഇവിടെ കൺവെൻഷനിൽ ഇന്ന് രാത്രി അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം. ഇന്ന് രാത്രി ചിലരെ തൊടുമ്പോൾ ചില മുടന്തായ കാലുകൾ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നിന്റെ കിഡ്നിയുടെ കൗണ്ടുകളെ മാറ്റുക. ഇന്ന് രാത്രി പാപത്തിന്റെ കുറ്റങ്ങളെ വലിച്ചു മാറ്റി ചിലരെ നിത്യതയിലേക്ക് അടുപ്പിക്കുക. ഇന്ന് രാത്രി ദൈവാലയത്തിൽ ചിലർ കടന്നതുപോലെ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രാത്രി ചിലത് നിത്യതയുടെ കവാടത്തിൽ പേര് ചേർക്കപ്പെടുന്ന രാത്രിയ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ 2 രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവ, ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി നന്ദി അപ്പച്ച. അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ സംഭവിച്ചതുപോലെ ഈ രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. പണ്ടിക കൂട്ടത്തിൻ കടശി നാളിൽ യേശുനാഥൻ ചൊല്ലി, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. ഉത്സവത്തിന്റെ മഹാദിനമായ യേശു അവസാന നാളിൽ ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് ജീവജല നദി ഒഴുകട്ടെ, പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകട്ടെ, അഭിഷേകത്തിന്റെ നദി ഒഴുകട്ടെ, അത്ഭുത രോഗശാന്തിയുടെ നദി ഒഴുകട്ടെ, പുറപ്പാടിന്റെ നദി ഒഴുകട്ടെ. എന്ന് രാത്രി ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ 2025 ഞങ്ങളുടെ കൺവെൻഷനകത്ത് ഇവിടെ വചനവും ആരാധനയും വെളിപ്പെടുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ ചില മദ്യപാനികൾ മാനസാന്തരപ്പെടുക, ചില പിന്മാറ്റക്കാർ യേശുവിനെ കാണുക, കുടുംബജീവിതം തകർന്നത് ഇന്ന് രാത്രി കരങ്ങളെ ഉയർത്തുക. സ്വർഗത്തിന്റെ വല്ലഭത്വം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പറയുക. ജീവന്റെ വചനം കേട്ട് നിത്യതയ്ക്ക് വേണ്ടി യാത്രയാകുന്ന ഒരു കൂട്ടത്തിന്റെ പേര് ഇന്ന് സ്വർഗീയ മഹിമകളിൽ ചേർക്കുന്ന രാത്രിയായി മാറട്ടെ. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം കാക്കണമേ. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരരുത്. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു.
വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ കൺവെൻഷനിൽ ഉയരണം. മഞ്ചങ്കോട് ദൈവസഭ അനുഗ്രഹിക്കപ്പെടട്ടെ, അതിരുകൾ വിശാലമാകട്ടെ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അനേകം പേർ ഇവിടെ വന്ന് മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങൾക്ക് മുഖാന്തരമായ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് കാത്താട്ടെ, അവർക്ക് നന്മയും കരുണയും കർത്താവ് കൊടുത്താട്ടെ. ഒരിക്കൽ കൂടി ഞങ്ങൾ താഴ്ത്തുന്നു. അങ്ങ് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തി വിടുന്നതിനായി നന്ദി. മഹത്വവും പുകഴ്ചയും എല്ലാം അപ്പച്ചന് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ, ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വളരെ സാവധാനത്തിൽ പുതിയ നിയമത്തിലെ അവസാനത്തെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാ വെളിപ്പാട് പുസ്തകം. ഇവിടം തൊട്ട് ചിന്ത ധന്യനായ പൗലോസ്ലീഹ 14 ലേഖനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. പക്ഷേ അവൻ സുവിശേഷം എഴുതിയില്ല, പ്രവചനം എഴുതിയില്ല. ലൂക്കോസ് വൈദ്യൻ എഴുതി, അപ്പോസ്തല പ്രവർത്തികൾ ലൂക്കോസ് വൈദ്യൻ എഴുതി, അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷവും എഴുതി. ഇവരാരും പ്രവചനവും എഴുതിയില്ല. അതുപോലെ തന്നെ 3 ഭാഗങ്ങളിൽ പല ഭാഗങ്ങളും എഴുതിയിട്ടില്ല. യോഹന്നാന്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പച്ചമ്മച്ചി യോഹന്നാൻ സുവിശേഷം എഴുതിയതാ. യോഹന്നാന്റെ സുവിശേഷം ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിന്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ അവൻ വരച്ചു കാട്ടുന്നു. 2 അവൻ ലേഖനം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. വരാനിരിക്കുന്ന കാല ഉപദേശത്തിന്റെ അതിർവരമ്പ് കടന്നു പോകുന്നവരുടെ ന്യായവിധിയെപ്പറ്റി ദൈവസഭയുടെ കാതലായ ദൂതുകൾ എഴുതി. 3 വിശുദ്ധ വെളിപ്പാട് പുസ്തകവും അവൻ എഴുതി. വരാൻ പോകുന്ന കാലം. ഇന്ന് രാത്രി വയോധികനായ യോഹന്നാനെ നമ്മുടെ കൺവെൻഷൻ മഞ്ചങ്കോട് ദൈവസഭയിൽ കൊണ്ടുവന്ന് ചോദിക്കണം, ഉപദേശിയെ സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? അയ്യോ, ലേഖനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? വരാൻ പോകുന്ന പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ആത്മീയ മന്ന ബൈബിൾ കോളേജിന്റെ ബിരുദമാണോ? കുമ്പനാട് ഗബ്രോന്റെ ആണോ? അല്ലെങ്കിൽ ബാംഗ്ലൂർ ബറിയന്റെ ആണോ? അല്ലെങ്കിൽ ഹരിയാന ഡെറാഡൂൺ ബൈബിളിന്റെ കോളേജിന്റെ ബിരുദമാണോ? അതൊന്നും പറയത്തില്ല. യോഹന്നാൻ അപ്പോസ്തലൻ കരം ഉയർത്തി പറയാം, കാൽവരിയുടെ കൊലക്കളത്തിൽ അന്ത്യം വരെ അവന്റെ മാറോട് ഞാൻ ചേർന്നിരുന്നത് കൊണ്ട് ഇന്ന് രാത്രി സുവിശേഷം എഴുതുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. പ്രവചനം എഴുതുവാൻ സ്വർഗം എനിക്ക് കൃപ ചെയ്തു. ലേഖനം എഴുതുവാൻ കൃപ ചെയ്തു. അപ്പച്ച അമ്മച്ചേ സ്വത്രം ആശ്രയ യേശുവിലായതിനാൽ ഞാൻ ഭാഗ്യവാൻ. കാൽവരി ദർശനം കണ്ടവനെ കൈവിടാത്ത ദൈവം. 1 അവന്റെ ശരീരത്തിനകത്ത് കത്തികൊണ്ട് പോറി, അവിടുന്ന് രക്ഷപ്പെട്ടു. 2 എണ്ണയ്ക്കകത്ത് വീണ്, അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഡൊമീഷ്യൻ 3ാമത് കൽപ്പിക്കുന്ന കൽപ്പന അവനെ നാട് കടത്തുവാൻ. അവൻ പോയത് തുർക്കിയിലെ ഏഷ്യ മൈനർ. അതിനോടനുബന്ധിച്ച് അവിടെ ചെന്നപ്പോൾ അവനെ അവസാനമായി കടത്തിയത് പത്മോസിലേക്ക്, ഗ്രീസിന്റെ ഏതൻസും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, 6 മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലത്ത് വയോധികനെ നാട് കടത്തി. കേട്ടാട്ടെ, അവിടെ 5 കാഴ്ചകൾ. ആകാശം വിട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുക, മനുഷ്യന്റെ അസ്ഥികശം വാർന്നു തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം, അതിന് പാറക്കൂട്ടം. വയോധികൻ വിചാരിച്ചു, ഞാൻ ഇവിടെ അസ്തമിക്കാൻ പോവുക. ഇന്ന് രാത്രി എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല. കീബോർഡ് കാണത്തില്ല, മൈക്കുകാർ കാണത്തില്ല, സഭയിലെ പാസ്റ്റർ കാണത്തില്ല, സെൻട്രൽ സെക്രട്ടറി കാണത്തില്ല. അപ്പച്ച അമ്മച്ചി എന്ന് രാത്രി ആ പഴയ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീർ ഇറങ്ങുമ്പോൾ സ്വർഗത്തിന്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അതുകൊണ്ട് ആ കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു പത്മോസിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു കത്തിക്ക് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു വെന്റിലേറ്ററിന് കഴിയത്തില്ല. വയോധികനായ യോഹന്നാന്റെ പിൻപിൽ എന്തുകൊണ്ട് അവൻ പത്മോസിൽ മരിച്ചില്ല? യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ മരണം കാണാതെ മടക്കി ദ്വീപിലേക്ക് ഇറങ്ങിപ്പോയി ഒരുവൻ മാത്രമേ ഉള്ളൂ, യോഹന്നാൻ. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ? അവന്റെ പിൻപിൽ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം എഴുതുവാൻ ഇന്ന് രാത്രി ബ്രദർ സിസ്റ്റർ, നിന്നെ പറ്റി ദൈവത്തിന്, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിന്, നിന്റെ കുഞ്ഞുങ്ങളെ പറ്റി ദൈവത്തിന് ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ ആര് കൂടെ ഇല്ലെങ്കിലും കരമുയർത്തുന്നവർക്കായി, തമ്പേറില്ലെങ്കിലും താളമില്ലെങ്കിലും ബന്ധക്കാരില്ലെങ്കിലും രക്തബന്ധങ്ങളില്ലെങ്കിലും ഇന്ന് രാത്രി നിന്റെ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങി വരുമ്പോൾ സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആരിന്ന് രാത്രി കരമുയർത്ത് അവങ്കലേക്ക് നോക്കിയവർ ചെമ്പൂരിൽ പ്രകാശിതരായി. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രി? എളിയവർ നിലവിളിച്ചപ്പോൾ ദൈവം കേൾക്ക്. അവരുടെ മുഖം വലിയ വഴിയിൽ ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗം തുറക്കുന്ന കാഴ്ച വിശുദ്ധ വെളിപ്പാട്. 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവൻ, കാലുലയിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ ഒരു ഭയം യോഹന്നാൻ ഉണ്ടായിരുന്നു. ആദ്യനന്ത്യൻ, ആൽഫാവോമേഘ, മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എന്റെ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം വിശുദ്ധ വെളിപ്പാട് പുസ്തകം.
മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം 404 വാക്യങ്ങൾ 22 അധ്യായങ്ങൾ. അങ്ങനെയെങ്കിൽ ബൈബിളിലേക്ക് ഇന്നലെ ഞാൻ പറഞ്ഞു കൃപായുഗം അവസാനിക്കാറായി, കർത്താവിന്റെ വരവ് അടുത്തുപോയി അതിവേഗത്തിൽ. ഇന്ന് രാത്രി ബൈബിളിനകത്ത് 10 യുഗങ്ങളുണ്ട്, ശ്രദ്ധയോടെ ഇരിക്കണം. ഒന്നാമത്തെ യുഗത്തിന്റെ പേര് ദൂതന്മാരുടെ യുഗം. ദൈവം ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അതിന്റെ പിൻപിൽ ഒരു അനാദി ഉണ്ടായിരുന്നു. മക്കൾ കേൾക്കണം, അനാദി നിത്യതയിൽ ദൈവം ആരെ സൃഷ്ടിച്ചു? ദൂതന്മാരെ സൃഷ്ടിച്ചു. 3 ദൂതന്മാർ. അതിലൊന്നായിരുന്നു പ്രധാന കമാൻഡർ മീക്കായേൽ. അതിനുശേഷം കൊറിയർ സർവീസ് കൊടുക്കുന്ന ഗബ്രിയേൽ മാലാഖ. 3ാമത്തെ ദൂതനായിരുന്നു ആരാധനാ സംഘത്തിന്റെ ലീഡർ. അവന്റെ പേരായിരുന്നു ലൂസിഫർ. ലൂസി പ്രകാശം, രശ്മി. ആ ലൂസിഫർ ഇടയ്ക്ക് കർത്താവിനോട് പറഞ്ഞു, ഞാൻ മേലോട്ട് വരും, നിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കും. മനസ്സിലാകുന്നവർക്കായി. അപ്പൊ സ്വർഗം വാളെടുത്തു. അരുണോദയ പുത്രനായ ശുക്രാ, നീ വെട്ടേറ്റ് വീണത്. അങ്ങനെ സന്തോഷമില്ലല്ലോ. ദൂതനെ അടിച്ചെങ്കിൽ നമ്മളെ അടിക്കില്ല. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്ര. അതുകൊണ്ട് ദൂതൻ ആ പഴയ സാത്താനായി മാറി. അതുകൊണ്ട് ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, പാപം ചെയ്ത ദൂതന്മാരെ ദൈവ അന്ധതമസത്തിൽ ന്യായവിധിക്കായി ഇട്ടിരിക്കുന്നു. ഇന്നലെ രാത്രി അതിൻ്റെ ഒരു ഭാഗത്തിൽ ഞാൻ ഇങ്ങനെ പറയൂ, ന്യായവിധിയുടെ കരാളഹസ്തൻ ദൂതന്മാർക്ക്. അതുകൊണ്ട് ചർച്ചിൽ ഞായറാഴ്ച ഒരു പാട്ട് പാടും, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്കെന്ന്. സ്വോത്രം. ദൂതൻ പോയി. 2ാമത്തെ യുഗമാണ് നിൽക്കൽമഷ യുഗം. ആദം ഹവ്വ ദമ്പതികളെ ഏദന്റെ പൂങ്കാവനത്തിനകത്ത് സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുന്നു. ആ യുഗത്തിന്റെ പേര് നിൽക്കൽമഷ യുഗം. 3 മനസ്സാക്ഷി യുഗം. സ്വന്തം സഹോദരങ്ങൾ ഒരമ്മയുടെ ഉദരത്തിൽ 9 മാസവും 9 ദിവസവും നൊന്ത് വളർന്ന കുഞ്ഞുങ്ങൾ. കായിൻ ഹാബേൽ നിലത്തിലെ ആരാധനയ്ക്ക് വന്നു. കായിന്റെ ഫലങ്ങൾ ബേൽത്തര കൃഷിഫലങ്ങൾ. കായിൻ ഒറ്റ ആടിനെ കൊണ്ടുവന്നു, തുള്ളിച്ചാടി നിന്നു, കത്തിയെടുത്ത് കായിൻ ഹാബേലിനെ കൊന്നു. അതാ പേരാ ഏറ്റവും നിർണായകമായൊരു യുഗമാ, ഏറ്റവും നിർണായകമായ യുഗമാ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസ്സാക്ഷി യുഗം. 750 പ്രമാണം, 10 കൽപ്പന. ഇസ്രായേൽ എന്ത് കുടിക്കണം, എന്തിനെ ആരാധിക്കണം. അപ്പം സ്വർഗത്തിനറിയാം മോശയുടെ കാലം തീരും. ന്യായപ്രമാണ യുഗത്തിന്റെ അവസാന കണ്ണിയായി ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. ബൈബിൾ 66 പുസ്തകങ്ങൾ, 39 നിഴൽ, 40 മുതൽ പൊരുൾ. അതിൽ ബൈബിളിൽ മിനി ബൈബിൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ യശയ്യാ പ്രവചനം 40 ഇങ്ങനെ ഒരുത്തന്റെ ശബ്ദം കേൾക്കുന്നു. കേട്ടോ, ഒരുത്തൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു, സർപ്പസന്തതികളെ വരുവാനിരിക്കുന്ന ദുർഘട ദിവസത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ യഹോവയ്ക്ക് വഴിയൊരുക്കുവേ. ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ സഭയിലൊന്ന് സർപ്പസന്തതികളെ എന്നൊന്നും വിളിക്കരുത്, സഭ പൂട്ടിപ്പോയാൽ മതി. മനസ്സിലാകുന്നവർക്കായി ഇന്ന് ഞങ്ങൾ മക്കളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ട് രക്ഷയില്ല. യോഹന്നാൻ വിളിച്ച സർപ്പസന്തതികളെ. സ്വോത്രം. യോഹന്നാന്റെ തല താലത്തിൽ ഇറക്കുമെന്ന് സ്വർഗത്തിൽ അറിയാം. 5ാം യുഗം സങ്കലന യുഗം. സങ്കലന യുഗത്തിനകത്ത് യോഹന്നാൻ നീതിയുടെ പ്രസംഗം നടത്തുമ്പോൾ ഹേരോദ്യയുടെ കൈകൊണ്ട് തലകൾ അറക്കപ്പെടുമെന്നറിയാം. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കാന്തൻ ഉയരം വിട്ട് താഴേക്ക് ഇറങ്ങി വന്നു, യേശു ക്രിസ്തു. അതാ സങ്കലന യുഗം. അവൻ ബേത്ലഹേമിൽ ജനിച്ചു, മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു. അവൻ എവിടെയാണെന്നറിയാമോ? യോർദാനിലെ കലക്കവെള്ളത്തിൽ ഒരു കാര്യം സ്നാനമേറ്റു. 3.5 വർഷം നിത്യജീവന്റെ മൊഴിമുത്തുകൾ. 33 വയസ്സിൽ അവൻ കാൽവറിയിൽ പരമയാഗമായി. സങ്കലന യുഗത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ പാർത്തു. 40ാം ദിവസം അവൻ പോകാൻ ഒലിവുമലയിൽ. പെന്തിക്കോസ്തുകാരെല്ലാം കേട്ടാട്ട് യേശുക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം ഒലിവുമല പ്രഭാഷണം. യേശുക്രിസ്തു പോയത് ഒലിവുമലയിൽ നിന്ന്, ഇനി അവൻ മടങ്ങി വരുന്നത് ഒലിവുമലയിലാണ്. മനസ്സിലാകുന്നവർക്കായി ചില പെന്തിക്കോസ്തിലെ കൺവെൻഷന് പ്രസംഗിക്കുന്ന ഉപദേശിമാര്, ഞാനൊരു സഭയും കുറ്റം പറയുന്നതല്ലല്ലോ, പിന്നെ ഒലിവുമലയിലെങ്ങാനും ഇനിയും വല്ല വിഷയം ഉണ്ടായ ചിലപ്പോൾ യേശു കുമ്പനാട് ഇറങ്ങുമെന്ന് വിചാരിച്ച് കുമ്പനാടിൻ്റെ അടുത്ത് കൺവെൻഷന് പ്രസംഗിക്കുന്ന പല ഉപദേശിമാർ 1 കോടി രൂപയ്ക്ക് വീടും വസ്തുവും മേടിച്ചിരിക്കുക. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ഇനി യേശു വരുന്ന വഴിക്ക് ഒലിവുമലയിൽ വല്ല കാറ്റും മഴ അടിച്ചു കഴിഞ്ഞാൽ വിമാനം കുമ്പനാട്ട് ലാൻഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് കുമ്പനാട് വരെ വസ്തു മേടിച്ച അച്ചായന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈ പള്ളിക്ക് ഈ മണി മതി. മനസ്സിലാകുന്നവർക്കായി അവൻ്റെ അവസാന പ്രഭാഷണം, ദ സെർമൺ ഓഫ് ദ മൗണ്ട്, ദാറ്റ് ഈസ് ഒലിവുമല. ദ സെക്കൻഡ് വൺ, അവസാനമായി അവൻ പോയത് ഒലിവുമലയിൽ നിന്ന്. പറഞ്ഞു തരാം. ഒരു മേഘം താഴേക്ക് വന്നു, ശിഷ്യന്മാരെ കരം വെച്ച് അനുഗ്രഹിച്ചു. ഉസ്നെ ചലാകിയ പരമേശ്വർ ക മഹിമാമേ. സെൻട്രൽ പാസ്റ്റർ പോകുന്ന സമയത്ത് അച്ചായന്മാരെല്ലാം ഇങ്ങനെ നിൽക്കുക. അന്നേരം സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാർ ഇറങ്ങി വന്നു. ഗലീല പുരുഷന്മാർ, യേശുവിൻ്റെ അപ്പോസ്തലന്മാരെല്ലാം മീൻപിടുത്തക്കാരാ. അവരതുകൊണ്ട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിന്നതെന്ത്? യേശു പറഞ്ഞു, എന്തുവാ? യഹൂദിയ ശമരിയ.
ചെമ്പൂര് വെള്ളറ കളിക്കാവിള നെയ്യാറ്റിങ്കര പൊക്കോളെ. മനസ്സിലാകുന്നവർക്കായി മനസ്സിലാകുന്നവർക്കായി ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. മനസ്സിലാകുന്നവർക്കായി ആ യുഗമാ സങ്കലന യുഗം, 6 കൃപായുഗം. പെന്തക്കോസ്ത് പെരുന്നാൾ കണ്ടോ? യോവേലിന്റെ പ്രവചനം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന് പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങൾ, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ, മേലാകാശത്തിലും കീഴ ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നാഥന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. പത്രോസച്ചാന്റെ പ്രസംഗം കേട്ട് 3000 പേർ കലക്കവെള്ളത്തിൽ ചാടി. സെഗിയോൻ മാളികപ്പുറയിൽ 120 പേർ, 107 വിശ്വാസ സമൂഹം, യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചി, യൂദയ്ക്ക് പകരം കിട്ടിയ മാത്തിയാസ്, 3120 പേരാൽ ആരംഭിക്കപ്പെട്ട സഭയ ദൈവസഭ. മനസ്സിലാകുന്നവർക്ക് ഈ സഭ ആരംഭിച്ചത് ചെന്നൈയിലല്ല, കൊട്ടാരക്കരയല്ല, പുനലൂരല്ല. സഭ ആരംഭിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ. കരമുയർത്തുന്നവർക്ക് അന്ന് പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഇല്ല, സ്വോത്രകാഴ്ച പാത്രം അടിച്ചു മാറ്റുന്ന ട്രഷറർ ഇല്ല, ഉപദേശിയുടെ പേര് വെട്ടുന്ന കമ്മിറ്റിക്കാരില്ല. സഭ ആരംഭിച്ചത് പരിശുദ്ധാത്മാവിലെങ്കിൽ പരിശുദ്ധാത്മാവ് നിലനിൽക്കുമ്പോൾ ഈ സഭ എടുക്കപ്പെടുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു, ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകും. വചനം മനസ്സിലാകുന്നവർക്ക് പ്രിയൻ വാനമേഘത്തിൽ വരുമ്പോൾ തന്റെ കാന്തനെ എതിരിപ്പാൻ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം രൂപാന്തരപ്പെടും. അതാ കൃപായുഗത്തിൽ. അപ്പൊ ആരെ ചേർക്കാൻ? ദൈവസഭ. ആരാ ദൈവസഭ? ഇതൊന്നുമല്ല ദൈവസഭ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേര് ദൈവസഭ. ദൈവസഭ എടുക്കപ്പെട്ടാൽ 3-ാം ലോകമഹായുദ്ധം. 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ ഇവിടെ ഭരിക്കാൻ വരും. ആ യുഗങ്ങൾ, ആ 2 ഭാഗം: 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4 നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും. അതുകൊണ്ട് ആ വെളിപ്പാട് 19 കഴിഞ്ഞ് ഹർമഗദോൻ യുദ്ധമൊക്കെ വരുന്നു. 20-ാം അധ്യായം കഴിയുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും, അതിനോടനുബന്ധിച്ച ന്യായവിധിയുടെ കാലഘട്ടങ്ങൾ. 1000 ആണ്ട് വാഴ്ചയിൽ 1 മൃഗം, 2 പ്രതിമ, 3 സംഖ്യ, 4 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ, 5 അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു, അവർ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ വാണു. 4 ഭാഗങ്ങൾ ഇന്നലെ രാത്രി. ഇത് പറഞ്ഞപ്പോൾ വളരെ ദൈവികമായിട്ട് ഒരു ചിന്തയുണ്ട് മനസ്സിലേക്ക് വരുന്നു. എക്കാലത്തും കർത്താവിൻ്റെ സാന്നിധ്യം, നമ്മുടെ യേശുപ്പച്ചൻ്റെ സാന്നിധ്യം എവിടാ? കുരിശുമലയിലോ കാലിമലയിലോ മലയാറ്റൂരോ കാണുമെന്നോ? യേശുപ്പച്ചൻ്റെ സാന്നിധ്യം പച്ചയ്ക്ക് പറയാം. അനാദി നിത്യതയിൽ അവൻ പിതാവിൻ്റെ മടിയിലുണ്ടായിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവൻ ജനിച്ചത് എവിടെ? അമ്മാമ ലോകത്തിൻ്റെ മധ്യഭാഗിയായ ബേദലഹേമിൽ. അവൻ വളർന്നത് എവിടെ? മാതാപിതാക്കളുടെ നടുവിൽ. അവൻ പള്ളിയിൽ പോയതങ്ങനെ പുരുഷാരത്തിൻ്റെ നടുവിൽ. അവൻ വചനം പറഞ്ഞത് എവിടെ? എല്ലാ ജനങ്ങളുടെയും നടുവിൽ. തീർന്നില്ല. അവൻ കാൽവറിയിൽ പരമയാഗമായത് എവിടെ? 2 കള്ളന്മാരുടെ നടുവിൽ. അവൻ മരിച്ചുയർത്തെഴുന്നേറ്റ് എവിടെ വന്ന്? പെന്തിക്കോസ്തുകാരുടെ നടുവിലല്ല, കാത്തിരിക്കുന്ന തന്റെ ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം. മനസ്സിലാകുന്നവർക്കായി പത്മോസിൽ എങ്ങനെ യോഹന്നാൻ കാണുന്നത്? 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നാഥനെ കണ്ടെങ്കിൽ, വെളിപ്പാട് 14 വരുമ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാത്രമല്ല, വീതിയുടെ നടുവിൽ ഞാൻ കുഞ്ഞാടിനെ കണ്ടു. കരമുയർത്തുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 10,000 പേർ കൂടുന്നതിന്റെ നടുവിലല്ല എൻ്റെ നാഥനുള്ളത്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഐക്യപത്യപ്പെട്ട് എവിടെ മുട്ടുമടക്കിയാലും അവരുടെ നടുവിൽ എഴുന്നള്ളി വരാമെന്ന് പറഞ്ഞ സർവശക്തനായ കർത്താവിനെ ഇന്ന് രാത്രി നീ ഉയർത്തുന്നത്. നിന്റെ പള്ളി 10,000 ഉണ്ടായാലും 4,000 ഉണ്ടായാലും എൻ്റെ കർത്താവ് സത്യത്തിന്റെ പക്ഷത്ത്. 2 പേർ ഐക്യമത്യപ്പെട്ട് കിച്ചണിൽ കരം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ, അമ്മാമേ, നിന്റെ പ്രാർത്ഥനയുടെ നടുവിലും ഞാൻ ആരാധിക്കുന്ന ദൈവമുണ്ട്. മെഡിക്കൽ കോളേജിനകത്ത് സർജറി നടക്കുമ്പോൾ മരത്തിന്റെ ചവിട്ടിനകത്തിരുന്ന് 2 പേർ ഐക്യമത്യപ്പെട്ട് കരം കൊടുത്താൽ അതിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവുണ്ട്. ഇന്ന് രാത്രി വഴിയാത്രയിൽ കാറിലായിരിക്കുമ്പോൾ പെട്ടെന്ന് എമർജൻസി ഒരു വിഷയം കിട്ടിയാൽ കാർ നിർത്തി കരം കൊടുത്ത് 2 പേർ ഐക്യമത്യപ്പെട്ട് യാചിച്ചാൽ അതിന്റെ നടുവിൽ വരാമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തെ ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്.